നമസ്കാരം, ഞാൻ അനിൽ. നമ്മൾ യൂണിനോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗം വരുന്ന ഓഫീസുകളിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് സീലുകൾ. ഈ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സീലുകളെ പറ്റിയും അവയുടെ പ്രത്യേകതകളെ പറ്റിയും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ഈ കമ്പനിയിലൂടെ നമുക്ക് മാർക്കറ്റ് ലഭ്യമാകുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സീൽ എന്നയുടെ ബിസിനസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു പ്രോഫിറ്റബിളായ ബിസിനസ്സാണ്. കാര്യം വലിയ മാർജിൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൻ്റെ പ്രത്യേകത, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഒരു സീല് അവർ ചെയ്തു കഴിഞ്ഞാൽ ഒരു 4, 5, 10 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ മറ്റൊരു സീലിൻ്റെ ആവശ്യം അവർക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ പുതിയൊരു ഓഫീസർ ചേഞ്ച് ചെയ്ത് അവർ അഡ്രസ്സ് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഓഫീസർ ചേഞ്ച് ചെയ്തു, ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ മാത്രമേ സീല് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡേ ടു ഡേ ഒരു നിത്യോപയോഗ സാധനം പോലെ സെല്ലാകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇത്തരം സാധനങ്ങൾ. പക്ഷേ വളരെയേറെ മാർജിൻ ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സീലുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പ്രധാനമായിട്ടും എക്കണോമിക്കലി ഫീസിബിളായിട്ടുള്ള അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് പോളിമർ സീലുകൾ. പോളിമർ സീലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള സീൽ പാടുകളിൽ മുക്കിയിട്ട് സീല് അടിക്കുന്ന തരത്തിലുള്ള സീലുകളെയാണ് നമ്മൾ പോളിമർ സീലുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചീപ്പറാണ്, കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞതാണ്, മാർജിൻ കൂടുതൽ ലഭിക്കുന്ന പ്രോഡക്റ്റുകളാണ്. 100 രൂപ 150 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒക്കുന്നത് 50 രൂപ 60 രൂപ റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റുകളാണിതെല്ലാം. അപ്പോൾ ഇത്തരം സീലുകൾ ഈ കമ്പനിയിലൂടെ ലഭ്യമാണ്. ഇത് വിവിധ കളറുകളിലുള്ള പാഡുകളാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. കൂടുതലായും വയലറ്റ്, ഗ്രീന്, റെഡ് ഇതുപോലെയുള്ള പാഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പോളിമർ സീലുകൾ. പോളിമർ സീലുകൾ ഉണ്ടാക്കുന്നതിന് വലിയ വില കൂടിയ മെഷീനറികളുടെ ഒന്നും ആവശ്യമില്ല. പഴയ സാങ്കേതിക വിദ്യ അനുസരിച്ച് ലൈറ്റ് ഉപയോഗിച്ച് എക്സ്പോസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന, പോളിമേഴ്സ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇത്. എന്നാൽ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ഏറ്റവും വലിയ അസൗകര്യം എന്ന് പറയുന്നത്, ഈ സീല് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം ഒരു പാഡ് കൊണ്ട് നടക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ സീൽ അടിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും സ്റ്റാൻഡിൽ വെറുതെ തൂക്കിയിടുക, ഇത് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ലൈഫ് ലോങ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന, ലോങ് ലൈഫിൽ യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. നല്ല രീതിയിൽ ചെയ്തെടുക്കുന്ന പോളിമർ സീലുകൾക്ക് നല്ല ക്ലാരിറ്റി ലഭിക്കുന്ന പ്രോഡക്റ്റുകളാണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രീ ഇങ്ക് സീലുകൾ എന്ന് പറയുന്നത്. പ്രീ ഇങ്ക് സീലുകൾ പല കമ്പനികൾ ഇന്ന് പ്രീ ഇങ്ക് സീലുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള 1-2 പ്രോഡക്റ്റുകളാണ് എക്സ്റ്റാമ്പർ. എക്സ്റ്റാമ്പർ എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഓഫീസുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന പ്രീ ഇങ്ക് സീലിനകത്തിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് എക്സ്റ്റാമ്പർ എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിനകത്തിൽ ഓൾറെഡി ഇങ്ക് ഫിൽഡാണ്. ഇത് നമുക്ക് ഏത് കളറിലുള്ള ഇങ്ക് ഫില്ല് ചെയ്തോ അത് നമുക്ക് റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. 10,000 മുതൽ 12,000 വരെ ഇംപ്രഷൻ ഈ ഒരു ഫില്ലിങ്ങിനകത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വൺസ് ഇതിനകത്തിലെ ഇങ്ക് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീഫില്ല് ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഉണ്ട്. കമ്പാരിറ്റീവ്ലി പോളിമർ സീലിനേക്കാൾ അല്പം കൂടെ റേറ്റ് കൂടിയതാണെങ്കിലും യൂസ് ചെയ്യാൻ എളുപ്പം, നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ക് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ള മറ്റൊരു സീലാണ് ഈ എക്സ്റ്റാമ്പർ എന്ന് പറയുന്നത്. എക്സ്റ്റാമ്പർ ഒരു പ്രീ ഇങ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. എക്സ്റ്റാമ്പർ പോലെ തന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു സീലാണ് ടോഡാറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സീല്. ഇതും ഇന്ന് ഈ കമ്പനിയിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്.
സണ്ണ്, അതുപോലെ മറ്റ് പല കമ്പനികളുടെ പ്രോഡക്റ്റുകളുണ്ട്. നമ്മൾ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ഈ 2 കമ്പനിയുടെ സീലുകളായിരിക്കും. മറ്റൊന്ന് പ്രീ ഇങ്ക് സീലിനകത്തിൽ തന്നെ കുറേ കൂടെ എക്സിക്യൂട്ടീവായിട്ട് യൂസ് ചെയ്യുന്ന, പ്രധാനമായിട്ടും ബാങ്കുകളിലും ഓഫീസുകളിലും യൂസ് ചെയ്യുന്ന ഒരു സീലാണ് കൊളോപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ സീൽ. കൊളോപ്പിൻ്റെ പ്രത്യേകത, കൊളോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ മെയ്ഡ് കമ്പനിയല്ല, ഇതൊരു ഇമ്പോർട്ടഡ് കമ്പനിയാണ്. ഇത് കുറേ കൂടെ എക്സിക്യൂട്ടീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് കൊളോപ്പിൻ്റെ സീലുകൾ. കൊളോപ്പിൻ്റെ സീലുകളുടെ പ്രത്യേകത, ഇത് പോളിമർ സീലിൻ്റെയും പ്രീ ഇങ്ക് സീലിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇതിലെ മാറ്ററുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോളിമർ ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളായാലും സിംബൽസുകളായാലും എംബ്ലങ്ങളായാലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ പ്രീ ഇങ്കിങ് എന്ന് പറയുന്നത് ഒരു പാഡ് ഇങ്കിങ് ആണ് യൂസ് ചെയ്യുന്നത്. പാഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പാഡായിരിക്കും. അപ്പോൾ ഈ പാഡിനകത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യാം. ഓൾറെഡി ഇത് പ്രീ കളർഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് തീരുന്ന മുറയ്ക്ക് നമുക്ക് ഈ പാഡ് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പാഡിൽ പുതിയ ഇങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മാത്രം മതിയാകും. 12,000-ഓ 20,000-ഓ ഇംപ്രഷൻ നമുക്ക് ഇതിനകത്തിൽ പോസിബിളാണ്. ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു യൂസ്. ഇത് സാധാരണഗതിയിൽ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ യൂസിന് ശേഷം വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ ഒരിക്കലും അതിനകത്ത് ഇത് ക്ലോസ് ആകും, ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ആകും. സീല് അടഞ്ഞു തന്നെ എപ്പോഴും ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡസ്റ്റ് കയറുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒരിക്കലും സീലിനുണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള പല വെറൈറ്റിയിലുള്ള പല സൈസിൽ ഉള്ള കൊളോപ്പിൻ്റെ സീൽ. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇതിനകത്ത് സ്പ്രിങ് ഓപ്ഷനാണ് ഇതിനകത്തിലുള്ളത്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ഡ്യൂറബിളാണ്. വർഷങ്ങളോളം ഒരു കേടും വരാതെ ഇത് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് സീലാണ്. ഇതൊരു എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വരുന്ന സീലുകളാണ്, പ്രീ ഇങ്കിനകത്തിൽ തന്നെ വരുന്ന സീലുകളാണ്. പക്ഷേ ഇതിന് സാധാരണ എക്സ് ചാമ്പറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേതിനേക്കാളോ ഒരല്പം കൂടെ റേറ്റിനകത്തിൽ ചേഞ്ച് വരും എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ നമുക്ക് ഡേറ്റർ സീലുകൾ, ഡേറ്റ് എൻ്റർ ചെയ്യാവുന്ന സീലുകൾ, അതുപോലെ തന്നെ മൾട്ടി കളറിലുള്ള സീലുകൾ, ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ കളറുകൾ നമുക്ക് എൻ്റർ ചെയ്യാവുന്ന ടൈപ്പ് സീലുകൾ ഇതിനകത്തിൽ ലഭ്യമായിരിക്കും. നമുക്ക് ഡേറ്റുകൾ റെഡ് കളറിലും മാറ്റർ ബ്ലൂ കളറിലും എൻ്റർ ചെയ്യാൻ 2 കളറോ 3 കളർ വരെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സീലുകൾ ഇതിനകത്ത് ലഭ്യമാണ്. പല ഷേപ്പിൽ റെക്റ്റാങ്കുലർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ളത്, ഓവൽ ഷേപ്പിലുള്ളത്, പല വലിപ്പത്തിലുള്ള 4 സീൽ ആണെങ്കിൽ 4 സീല്, സിംഗിൾ ലൈൻ ആണെങ്കിൽ അങ്ങനെയുള്ള സീലുകൾ ഇതെല്ലാം ഇതിനകത്ത് ലഭ്യമാണ്. ഇതിൻ്റെ പല കാറ്റഗറി, പല തരത്തിലുള്ള സീലുകൾ ഇന്ന് മാർക്കറ്റിലും ലഭ്യമാണ്. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത പ്രോഡക്റ്റുകളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊളോപ്പ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ബ്രാൻഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് EOS സീലുകൾ എന്ന് പറയുന്നത്. EOS എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ടച്ചിങ് ആയിട്ടുള്ള സീലുകളാണ്. വളരെ സോഫ്റ്റ് ടച്ചിങ് ആയിരിക്കും, ഹൈലി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇങ്ക് പാഡും മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കിത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് അസംബ്ലി ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും. ഇതിനകത്തിൽ ഇവിടെയാണ് നമ്മൾ അതിൻ്റെ മാറ്ററുകൾ എൻ്റർ ചെയ്യുന്നത്. മാറ്റർ എൻ്റർ ചെയ്ത് ഇത് ഫില്ല് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ക്ലോസ് ചെയ്ത് ഇത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. മറ്റ് സാധാരണ സീലുകളെ പോലെ ഇത്രയും ലോങ് റണ്ണിങ് ഇല്ല, വളരെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന ടൈപ്പ് സീലുകളാണ് EOS സീലുകൾ എന്ന് പറയുന്നത്. ഇത് കൊളോപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽ വരുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ ഈ കമ്പനിയിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നുണ്ടാകും. പിന്നെ ഇതിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ്, സീലുകളിനകത്തിലെ മറ്റൊരു സെഗ്മെൻറ്റാണ് ഈ ഫാൻസി ടൈപ്പ് സീലുകൾ. ഫാൻസി ടൈപ്പ് സീലുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഉപയോഗിക്കാനും കൺവീനിയൻ്റ് ആണ്, എന്നാൽ അതിന് കുറച്ച് ഫാൻസി ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇത് പോക്കറ്റ് സീൽ എന്ന് പറയും. പോക്കറ്റ് സീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ കുത്തിയിട്ടുകൊണ്ട് നടക്കാം, ഒരു പേന പോലെ ഇങ്ങനെ കുത്തിയിട്ടേക്കാം. എന്നാൽ അതിനകത്തിൽ
ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മാറ്റർ വരും. ഇത് ഓൾറെഡി ഒരു പാഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീ ഇങ്ക് സീലാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാഡിലേക്കാണ് അത് ക്ലോസ് ആയി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണയും ഇത് മഷി മുക്കി അടിക്കേണ്ട കാര്യമില്ല. സോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഇങ്ങനെ സീൽ ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് നമുക്ക് പോക്കറ്റ് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് പോക്കറ്റ് സീൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. ഫാൻസി സീലിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു ടൈപ്പ് സീലാണിത്. ഇത് മൗസ് സീലുകൾ എന്നാണ്, മൗസ് ടൈപ്പിലുള്ള ഒരു സീലാണ് ഇത്. ഇതും അവൈലബിളാണ്. അതിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണിത്. ഈ സാധനവും വളരെ സിമ്പിളായിട്ട് നമുക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാവുന്ന ചെറിയ സീലാണ്. പിന്നെ ഓഫീസിലൊക്കെ നമുക്ക് വെച്ചേക്കാൻ ഒക്കുന്ന ഒരു ഫാൻസി ടൈപ്പാണ് ഈ സീൽ. ഇതിൻ്റെ ഹാൻഡിൽ കുറേ കൂടെ എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഈ രീതിയിലുള്ള ഫാൻസി സീലുകളും ഇന്ന് അവൈലബിളാണ്. ഇത് പല ഷേപ്പിലും പല വലിപ്പത്തിലും ഉള്ള, ഇതിപ്പം നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഹെഡാണ് ഇതിനുള്ളത്. അതിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള ഹെഡുകളുള്ള സീലുകൾ ഇതിനകത്തിൽ അവൈലബിളാണ്. അതുപോലെ ഈ രീതിയിലുള്ള ഇതും ഒരു പോക്കറ്റ് സീല് തന്നെയാണ്. ചെറിയ സിഗ്നേച്ചറോ അല്ലെങ്കിൽ ടെസ്റ്റഡ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്ന ടൈപ്പിലുള്ള ചെറിയ മാറ്റർ. ഇപ്പോൾ ഒരു ഓഫീസിൽ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ആൾ ടെസ്റ്റ് ചെയ്ത് ഓക്കെ അടിക്കുന്നതിന് ഈ സാധനത്തിൽ ജസ്റ്റ് ഒരു ചെറിയ മാറ്റർ എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഇനിഷ്യൽ സീൽ ചെയ്യുന്നതിന് ഒക്കെ ഉപയോഗിക്കാവുന്ന, ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പോക്കറ്റ് ടൈപ്പാണ്. നമുക്ക് പോക്കറ്റിൽ ഇങ്ങനെ കുത്തിയിട്ടുകൊണ്ട് നടക്കാവുന്ന ടൈപ്പ് ഉള്ള ഒരു സീലാണ്. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള സീലുകളും അവൈലബിളാണ്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഫാൻസി ടൈപ്പിനകത്തിൽ വരുന്ന സീലുകളാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റി കൂടി. ഇതിപ്പം ഒരു സീലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ പോളിമർ ആണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പോളിമർ യൂസ് ചെയ്താൽ അതിൻ്റെ ലൈഫ് കൂടും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന യൂണിനോട്ടിൽ അവർ കമ്പനി യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും കൊളോപ്പിൻ്റെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പോളിമറാണ് യൂസ് ചെയ്യുന്നത്. ആ പോളിമറിൽ നിന്നാണ് ഈ പോളിമർ സീലുകളായാലും ഈ തരത്തിലുള്ള കൊളോപ്പ് സീലുകളുടെ മാറ്ററുകളായാലും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന ഇങ്കാണ്. ഇങ്കിൻ്റെ ഡ്യൂറബിലിറ്റി, ഇങ്കിൻ്റെ ലൈഫ്. ചില ഇങ്കുകളുണ്ട് പെട്ടെന്ന് സെറ്റായി പോകുന്ന ഇങ്കുകളുണ്ടാകും. അപ്പോൾ അതിനപ്പുറത്ത് നല്ല ക്വാളിറ്റി ഇങ്ക് യൂസ് ചെയ്യുമ്പോൾ ആ സീലിന് കുറേ കൂടെ ലോങ് ലൈഫ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഇങ്കുകളെന്ന് പറയുന്നത് ഇത് കൊളോപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡിൽ വരുന്ന ഇങ്കുകളാണ് നമ്മൾ ഈ പാഡുകളിലെല്ലാത്തിനകത്തിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ തന്നെ എക്സ് ചാമ്പറിൻ്റെ സീലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോഡായിട്ട് എന്ന് പറയുന്ന ഇന്ത്യൻ മെയ്ഡ് കമ്പനിയാണ്. ഇതിൻ്റെ ഇങ്കും നമ്മൾ ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൊളോപ്പിൻ്റെ ഇങ്കുകളാണ് നമ്മൾ എല്ലാ കളേഴ്സും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനുള്ള ഏറ്റവും ഇത് ഏത് കളറിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഗ്രീൻ കളറിൽ, അതുപോലെ റെഡ് കളറ്, വയലറ്റ് കളറ്, ബ്ലൂ കളറ്, ഏത് കളറിലുള്ള ഇങ്ക് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഫില്ല് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഈ സെഗ്മെൻറ്റിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കാറ്റഗറി ഉള്ള സീലുകളും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനോ അത് യൂസ് ചെയ്യുന്നതിനോ ഉള്ള അവസരം നമുക്ക് ഈ കമ്പനിയിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പം ബാക്കി പ്രോഡക്റ്റുകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.